വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് 11-ാം അധ്യായത്തിൽ യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള വിജയപ്രവേശനം, അത്തിപ്പഴമരം ശപിച്ചത്, ദേവാലയം ശുദ്ധീകരിച്ചത്, വിശ്വാസവും പ്രാർത്ഥനയും സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. വിശ്വാസം, ക്ഷമ, ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റൽ എന്നിവയാണ് ഈ അധ്യായത്തിലെ മുഖ്യ സന്ദേശങ്ങൾ. യേശു കഴുതപ്പുറത്ത് കയറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. ജനങ്ങൾ ഓശാന എന്ന് വിളിച്ച് വസ്ത്രങ്ങളും കൊമ്പുകളും വിരിച്ച് സ്വീകരിക്കുന്നു. യേശു ഫലമില്ലാത്ത അത്തിപ്പഴമരത്തെ ശപിക്കുന്നു. പിന്നീട് അത് ഉണങ്ങിപ്പോയതായി ശിഷ്യന്മാർ കാണുന്നു. യേശു ദേവാലയത്തിൽ വ്യാപാരം ചെയ്യുന്നവരെ പുറത്താക്കി എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കേണ്ടതിന് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ നാമും കടപ്പെട്ടവരാണ്. വിശുദ്ധ മാർക്കോസ് 12-ാം അധ്യായം യേശുവിന്റെ ഉപമകളും ഉപദേശങ്ങളും മതനേതാക്കളുമായ സംവാദങ്ങളും ഏറ്റവും വലിയ കൽപ്പനയും വിധവയുടെ ദാനവും ഉൾപ്പെട്ടിരിക്കുന്നു. യേശു ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയും ദുഷ്ടകഷ്ടകരും സംബന്ധിച്ച ഉപമ പറയുന്നു. ദൈവം അയച്ച പ്രവാചകന്മാരെയും അവസാനം തന്റെ പുത്രനെയും അവർ നിരസിക്കുന്നു. യേശുവിനോട് കൈസറിന് നികുതി കൊടുക്കണമോ എന്ന് ചോദിക്കുന്നു. യേശു മറുപടി പറയുന്നു, കൈസറിൻ്റേത് കൈസറിന്, ദൈവത്തിൻ്റേത് ദൈവത്തിന്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.